ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ അരി വെച്ചിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് റേഷൻ കടയിൽ അരി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയാണ്. ഇത് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയല്ല. ഇത് ഞാൻ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വേവ് കുറഞ്ഞ അരിയാണ്. അപ്പോൾ വേവ് കുറഞ്ഞ ഏത് അരിയും ഇതിന് ഉപയോഗിക്കുക. റേഷൻ കടയിൽ അരി എടുക്കുമ്പോൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാട്ടോ എടുക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ അരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഈ അരി ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ അരിയിലെ സ്റ്റാർച്ചും മണവും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു റേഷൻ കടയിൽ അരി വെച്ചിട്ടുള്ള റെസിപ്പീൻ്റെ ഒരു മസാലച്ചോറ് അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് 10 മിനിറ്റിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലിട്ടിട്ട് ഈ അരി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 ഏലക്ക, ഒരു 4 പൂവ്, ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വലിയുള്ളിൻ്റെ ചെറിയൊരു കഷ്ണം. വലിയ ജീരകം, ഷാജീരം, അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അരിയാണ്. നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് നമ്മൾ അരി നല്ല വിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പിടിക്ക് മുമ്പിൽ നിൽക്കണം. നമ്മൾ ചോറിലേക്ക് കൂടി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലുമാണ് അടുപ്പിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കനം കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുക്കറിൽ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ അരിയൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഈ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മളെ നെയ്ച്ചോറ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്,
അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.